ദുഃഖ ശനിയാഴ്ച പ്രഭാത നമസ്കാരം മുതൽ 9 മണി വരെയുള്ള നമസ്കാരം നടത്തിയിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരുന്നതാണ്. ഈ ശനിയാഴ്ച ദിവസത്തിലെ നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയതായ അനുഭവം നമ്മുടേതാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുകളിൽ നമ്മുടെ സ്വന്തമാക്കാം. എല്ലാവർക്കും ഈ പ്രാർത്ഥന ഏറ്റുവെക്കാം. മനുഷ്യനെ സ്നേഹിക്കുന്നവനായ കർത്താവേ, ഇന്ന് യൗസേപ്പും നീക്കോദീമോസും മോറും നറുമ്പശയും ഇട്ട് സംസ്കരിച്ച പ്രകാരം നിങ്ങൾ അവരോട് കൂടെ ജീവിപ്പിക്കുന്നതായ നിന്റെ കബറടക്കത്തെ സൽക്രിയകളാൽ ബഹുമാനിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇനി ശ്രദ്ധിക്കുക, പുതിയ ശവക്കല്ലറയിൽ എന്ന പോലെ നീ ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രവേശിച്ച് വിശ്രമിക്കുമാറാകണം. നമ്മുടെ ആഗ്രഹം അതാ. കർത്താവ് ഒരു പുതിയ കല്ലറയിൽ പ്രവേശിച്ച് 3 ദിവസം അവിടെ കിടന്നു. ആ കല്ലറയുടെ പ്രത്യേകത എന്താണ്? അതുപോലെ നമ്മുടെ ഹൃദയം കർത്താവിന് കിടന്നുറങ്ങാൻ പറ്റിയൊരു അറയായി മാറണമെന്നാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ സ്ത്രീവായാൽ നീ രക്ഷിച്ചിട്ടുള്ള ജീവിച്ചിരിക്കുന്നവരോടും നിന്റെ തിരുമേനിയാൽ കടാക്ഷിച്ചിട്ടുള്ള മറ്റവരോടും കൂടി നിനക്ക് നിന്റെ വിധാനം പരിശുദ്ധവായിക്കും സ്തുതിയും കീർത്തനം ഞങ്ങൾ കരയേറ്റുമാറാകണമേ എന്നാണ് പറയുന്നത്. ഈ രാത്രി പ്രാർത്ഥനയിലെ പ്രമേയം സ്വതരാളിൽ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, സ്വർഗീയ മണവാളനായ കർത്താവിൻ്റെ വിശ്രമിക്കുവാനുള്ള മണവറയായി എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് പിതാക്കുന്ന പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മണവാളനായ യേശു നമ്മുടെ പുതിയ ഹൃദയത്തിൽ വസിച്ച് മണവാട്ടിയോടൊത്ത് മണവറയിൽ ഉറങ്ങുന്നത് പോലെ ഉള്ള ആനന്ദം കർത്താവിന് കിട്ടണം. അത് നമുക്ക് കിട്ടണം. ഈ ലാഭത്തോടുകൂടെ നമ്മൾ ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. മരിച്ച പ്രാണക്കുട്ടിയെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉള്ളിൽ എത്തിയാൽ ഈ കാര്യങ്ങൾ നടക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരോടായി സ്തുതി. ശനിയാഴ്ച ഈ പ്രഭാത നമസ്കാരത്തിൽ ദയ ചെയ്യണമെന്ന് നമ്മൾ ഒത്തൊരുമിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കർത്താവ് നോക്കുന്ന സന്ദേശം 1 ശമൂവേൽ 15 അധ്യായത്തിൽ നമ്മൾ രാജകീയ പുരോഹിതവർഗമായി പ്രവാചകരായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണെങ്കിലും നമുക്ക് കർത്താവിനെ ദുഃഖിപ്പിക്കേണ്ടി വന്ന സങ്കടവാർത്ത നമ്മൾ കേട്ടു. ശൗല് കൊണ്ടോ പ്രവാചകഗണത്തിൽ നിന്ന് പഴഞ്ചൊല്ലി വരത്തക്ക തരത്തിൽ രാജാവായി പ്രവാചകനായി ഒത്തിരി വീരകൃത്യങ്ങൾ ചെയ്ത ആളാണ് ഈ ശൗലെന്ന് പറയുന്ന രാജാവ്. ആ രാജാവിനാണ് അമാലേക്കിനുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ അത്യാഗ്രഹം കൊണ്ടും തൻ്റെ അശ്രദ്ധ കൊണ്ടും തൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടും ആവിചാരദോഷം വന്ന് ദൈവത്തെ ദുഃഖിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളെല്ലാം പ്രവാചക ഗണത്തിൽപ്പെട്ടവരാണ്. പക്ഷെങ്കിൽ നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ മത്സരങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ മുതലായവയോട് നമ്മുടെ അഭിഷേകത്തിൻ്റെ പ്രവചന നൽവരം മങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അവർ പിന്നെ പിശാചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത മുതലായ നമ്മുടെ താല്പര്യങ്ങളിൽ അങ്ങനെ കർത്താവ് ദുഃഖിച്ചെന്നുള്ള കാര്യം നമ്മൾ കേട്ടത്. 1 ശമൂവേൽ 15-35 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അത് വീണ്ടും വായിച്ചു. ആ ദുഃഖം തീർത്തെങ്കിലേ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ദേവാ ഞങ്ങളോട് ദയണ്ടേണമെന്നൊക്കെ നിലവിളിച്ച് പറയാം. സഹജമതായി ഉയരുള്ളൊരു നിലയിൽ ഞങ്ങൾ കായ്മൃതിയാൽ ബദ്ധൻ ദേവാ ദയ ചെയ്തിടണമേ. ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും യുദ്ധം ചെയ്ത് ജയം പ്രാപിച്ചു. എത്ര വാക്യമാണ്? 1 ശമൂവേൽ 15 1 ശമൂവേൽ 14 47 വാക്യം പറയുന്നത്, ശൗല് കൊണ്ടോ പ്രവാചകഗണത്തിൽ നിന്ന് പഴഞ്ചൊല്ലി വരത്ത തരത്തിൽ താൻ പ്രവാചകനായി രാജാവായി ദൈവത്തിന് വേണ്ടി ഒത്തിരി യുദ്ധം ചെയ്തു. അവിടെ എല്ലാം ജയവും കിട്ടി. അതിനുശേഷമാണ് അമാലേക്കിനോട് യുദ്ധം ചെയ്യുന്നത്. നേരത്തെ കുറിച്ചിട്ടിരുന്നതാണ്.
ദൈവതമ്പുരാൻ ആദ്യമേ കുറിപ്പടി പറഞ്ഞോ. അപ്പോൾ എന്നിട്ട് തോറ്റിരുന്നെങ്കിൽ വേണേൽ അവന് പറയാൻ എനിക്ക് പരിചയമില്ല എന്നാണ്. ഇത് പരിചയമില്ലെന്ന് പറയാനൊക്കെ ഒത്തിരി യുദ്ധം ചെയ്ത് ജയിച്ച ആളിനാണ് ഇത്. അങ്ങനെ ഒരു കുറിപ്പും കൂടി ഉണ്ട്. അതേ ആ കുറിപ്പൻ അമാലേക്കിനെ സമൂലം നിഗ്രഹിക്കണം. അമാലേക്കിനെ സമൂലം നിഗ്രഹിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇനി സ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ടും ശരിയായിട്ട് സ്വസ്ഥത അനുഭവിക്കുന്നില്ല. എൻ്റെ കാര്യം എന്താ? അമാലേക്കിനുള്ള യുദ്ധം നമ്മൾ ഇതുവരെയും ജയിച്ചിട്ടില്ല. നമ്മൾ പല കാര്യത്തിൽ ജയിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ പല രംഗങ്ങളിൽ ജയിച്ചിട്ടാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. നല്ല വീട്, നല്ല ആരോഗ്യം, അല്ലെങ്കിൽ നല്ല ജോലി, ഒത്തിരി നേട്ടങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സ്വസ്ഥതയുണ്ടോ? സ്വസ്ഥത ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അമാലേക്ക് ഇതുവരെ തോറ്റിട്ടില്ല. അപ്പൊ അമാലേക്കിനെ തോൽപ്പിക്കണമെന്ന് കർത്താവ് ആദ്യമൊന്നും പറയലോ, വളരെ വൈകിയേ പറയുള്ളൂ. ഇപ്പൊ ഈ സങ്കേത ഭവനത്തിൽ എത്ര കൊല്ലമായി നമ്മൾ പരിപാടി തുടങ്ങിയിട്ട്? ഇത്ര കർശനമായിട്ട് ഒരു സന്ദേശം തന്നിട്ടുണ്ടോ? ഇല്ല. പുതുക്കൊള്ളിയാഴ്ചയുടെ തലേദിവസത്തെ രാത്രിയിൽ കർത്താവ് എനിക്ക് കർശനമായി ഇത് വായിക്കുന്നു പറഞ്ഞു. എന്നെ ഇരുത്തി വായിപ്പിച്ചിട്ട് അത് ഇന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ആരാണ്? ശൗല് കൊണ്ടോ പ്രവാചകഗണത്തിൽ നിന്ന് പേര് കേട്ട ഒരാളാണ് ദൈവത്തെ ദുഃഖിപ്പിച്ചത്. അയാള് എവിടെയും യുദ്ധം ചെയ്യാൻ പോയി ജയിച്ചെന്നും വലിയ കാര്യം നേടിയെന്ന് നമ്മളുടെ ധാരണ. ഞാനപ്പോൾ സംഭവം ഉണ്ടാക്കി. പ്രവാചകൻ വന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ തമ്മിൽ അടിയായി. പ്രവാചകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. പ്രവാചകനായ ശൗൽ രാജാവും അതിനേക്കാൾ സീനിയർ ആയിരിക്കുന്ന പ്രവാചകനാണ് ആര്? ശൗമേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഞാൻ ദൈവഹിതം ചെയ്തു, ഞാൻ ചെയ്തില്ല. നീ ചെയ്തില്ല. ഞാൻ ചെയ്തു, നീ ചെയ്തില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് വാദപ്രതിവാദമായി. അപ്പൊ ദൈവകൃപ നഷ്ടപ്പെട്ടു. വചനത്തെ തള്ളിയത് കൊണ്ട് ദൈവം അവനെ തള്ളിക്കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് പറയാം, അയ്യോ ഞാൻ ചെയ്ത് ശരിയായില്ല. അതിന് എന്റെ കുഴപ്പമല്ല, ജനങ്ങൾ പറഞ്ഞിട്ടാണ്. പഴിയാരിയ ജനങ്ങൾ പറഞ്ഞു ഈ നല്ല ആളുകൾക്ക് എന്തിനാ വെറുതെ കൊല്ലുന്നത്, ഞാനതങ്ങ് കേട്ടു. ഇപ്പം ഇയാൾക്ക് കുഴപ്പമുണ്ടോ? അതാണ് പറയുന്നത്. അപ്പൊ ഈ പഴിയാരൽ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങിയാന്നറിയാമോ? ഏതോടത്തിൽ തുടങ്ങിയതാണ്. ഏതെന്നോടത്തിൽ വചനം ലംഘിച്ച് വചനം തള്ളിയിട്ട് വിലക്കപ്പെട്ട പഴം നോക്കുകയും കാണുകയും എടുക്കുകയും ഭക്ഷിക്കുകയും ചെയ്തപ്പം വല്യമ്മച്ചിക്ക് കുറ്റബോധം വല്ലതും ഉണ്ടോ? പാമ്പ് എന്നെ വഞ്ചിച്ചു. സുന്ദരനായ പാമ്പ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ. പാമ്പ് എന്നെ വഞ്ചിച്ചു. ആദാമിനോട് ചോദിച്ചപ്പോൾ അവളെന്നെ വഞ്ചിച്ചു. അവർക്കാരും കുഴപ്പമൊന്നുമില്ല. അപ്പം ആദാമിനും കുറ്റമില്ല, ഔവായിക്കുമില്ല. അവസാനം ആര് പാമ്പിന്റെ തലയെ കയറ്റി ആ പാമ്പിനോട് നിന്റെ തലയറിക്കുമെന്നും പറഞ്ഞു. അത് ഇവളുടെ കൊച്ചുമോൻ തന്നെയായിരിക്കും എന്നും പറഞ്ഞു. അത് സംഭവിക്കാൻ കൊല്ലം എത്ര എടുത്തു? 4000 കൊല്ലം കഴിഞ്ഞാണ് ഇവളുടെ കൊച്ചുമകനായിട്ട്, ആദാമിന്റെ അവയുടെയും കൊച്ചുമകനായിട്ടാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ പണി പറ്റിയത്? 30 കൊല്ലം ഒളിച്ചും പാത്തും നടന്നിട്ട് ആ 40 ദിവസം ഉപവാസവും കൂടി എടുത്തിട്ട് ഇവനെ തോപ്പിച്ചു പരിപാടി തുടങ്ങി. 3.5 കൊല്ലം എതിരെല്ലാം ഓടി നടക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ആ പാമ്പിന് തലയൊന്ന് ചതയ്ക്കാൻ ചതഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. പരിപാടി തീർന്നിട്ടില്ല, ഇനി കിടപ്പുണ്ട്. ബാക്കി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. അപ്പൊ കർത്താവ് സാമ്പിൾ കാണിച്ച് എങ്ങനെയാ പിശാചിനെ തോൽപ്പിക്കുന്നത്, പിശാച് വരുന്നതില്ല, പിശാചിനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പൊ ഈ സ്ഥിതിയിൽ നമ്മുടെ ജീവിതത്തിൽ അമാലേക്കിന്റെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവനോടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്നോട് ചോദിക്കുക, 74ാമത്തെ വയസ്സ് തികയാൻ പോവുക. ഈ മെയ് മാസം 29-ാം തീയതി അടുത്ത മാസത്തിൽ 74 വയസ്സ് കഴിയും. ഞാൻ എന്നോട് ചോദിക്കുന്ന കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ എന്നോട് പറയുന്ന കാര്യം നിങ്ങളോട് പറയുന്നത്, എനിക്ക് ആരോടൊന്നും പറയാം. ഇത് എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ചുരുക്കം എന്താ? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, പ്രവാചന നൽവരമുള്ളവരാണെങ്കിലും, നമ്മൾ ഒത്തിരി വീരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നമുക്ക് ഒത്തിരി പൊണ്ണക്കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും, നമ്മൾ ചെയ്തതിന് ചുരുക്കം കർത്താവിനെ ദുഃഖിപ്പിച്ചു. കർത്താവിനെയും കർത്താവിന്റെ പ്രവാചകന്മാരെയും നമ്മൾ ദുഃഖിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് മാറ്റി എഴുതിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ശൗൽ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സ്വന്തം ആളെ വിളിച്ച് ചത്തിട്ട് ആകാഞ്ഞിട്ട് ഒരു അമാലേക്കിനെ തന്നെ വിളിച്ചു എഴുതി അയാളെ കൊല്ലടാൻ പറഞ്ഞു. അമാലേക്കിനെ സമൂലം നിഗ്രഹിക്കണം നേരത്തെ പറഞ്ഞു, അത് ചെയ്തില്ല. അപ്പം അമാലേക്ക് ബാക്കി ഉണ്ടായിരുന്നത് തെളിഞ്ഞോ? ഒരു അമാലേക്കിനെ വിളിച്ചു വരുത്തിയിട്ടാണ് എന്നെ കൊല്ലാൻ പറഞ്ഞത്. അപ്പം അനുസരണക്കേടില്ലേ? നമ്മൾ അനുസരണക്കേട് കാണിച്ച് അമാലേക്കിന് ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുക. അവർ അമാര് തന്നെയായിരിക്കും നമ്മളെ അവസാനം കൊല്ലാൻ പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ആലോചന പ്രകാരം പ്രവചനം നല്ലവരും മങ്ങിപ്പോകത്തക്കതിൽ അത്യാഗ്രഹവും അശ്രദ്ധയും
ഉണ്ടായാൽ ഇതെല്ലാം വരുമെന്നാണ് 1 ശമൂവേൽ 15 എത്രാം വാക്കില്ല, മത്സരം ആവിചാര ദോഷം പോലെ 22, 23 വാക്യം പറഞ്ഞത് ഏതൊക്കെയാണ്? അപ്പം നമ്മുടെ പ്രവചന നൽവരത്തെ മന്ദീഭവിപ്പിച്ചിട്ട് പിശാച് നമ്മളെ വഞ്ചിക്കുന്ന ബലഹീനതകളോട് യാത്ര പറയണം. നമ്മളെ പാതാളത്തിൽ പ്രാണനെ വിടുന്ന കാര്യമാണ്. സ്വയാശ്രയക്കാരുടെ വഴി പാതാളത്തിലാണ് 49 സംഗീതത്തിനക്കാരൻ പറഞ്ഞു. നമ്മൾ ഈ മരിച്ചവരെ ഓർക്കുന്ന ദിവസം നമ്മുടെ മരിച്ച വശം ഇപ്പം ആദ്യം ഓർക്കാൻ പോകും. ഇന്ന് മരിച്ചവരെ ഓർക്കുന്ന കുർബാനയാണ്. ആരാ ആദ്യം മരിച്ചത്? നമ്മുടെ മരിച്ച വശത്തെ ഓർപ്പിച്ചിട്ട് വേണം മറ്റ് ബാക്കിയുള്ളവർക്കൂടെ ആ ജീവൻ കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ മരിച്ചതെന്നാ, നമ്മുടെ പേര് ജീവനുള്ളവരെങ്കിലും മരിച്ചവരെന്നാണ് അതോടെ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പൊ നമ്മൾ ജീവനിലോട് പട്ടികയിലാണെങ്കിലും ആത്മലോകത്തിൽ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ നമ്മൾ ഏത് ലിസ്റ്റിലാണ്? മരിച്ചവരുടെ ലിസ്റ്റിലാണ്. ജീവനുള്ളതെന്ന് ആ പേരുണ്ടെങ്കിൽ മരിച്ചവരാണ്. അതെങ്ങനെയുള്ള മരണമാണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം എടുത്ത് മരണത്തെയും പ്രസവിക്കുന്ന ഇടമായി നമ്മുടെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ മരിച്ചവരുടെ ലിസ്റ്റിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് അവിടെയും കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവ് മരിച്ചവരോട് പ്രസംഗം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞ. അതുകൊണ്ട് നമുക്ക് ഈ 2017 ഈ ദുഃഖ ശനിയാഴ്ച നമ്മൾ സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പോയതിന്റെ ദുഃഖം ആചരിക്കുന്ന ദിവസമാണ്. ദൈവത്തെ ദുഃഖിപ്പിച്ച ദിവസമാണ് ഈ ദുഃഖ ശനിയാഴ്ച. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതാണ് ദുഃഖ വെള്ളിയാഴ്ച. ദുഃഖ ശനിയാഴ്ചയോ നമ്മൾ കർത്താവിനെ ദുഃഖിപ്പിച്ചതിന്റെ ദുഃഖം. അപ്പൊ ദുഃഖ ശനിയാഴ്ചയുടെ അർത്ഥം മനസ്സിലായോ? ദുഃഖ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ ദുഃഖിപ്പിച്ചു. എങ്ങനെ? സ്വയാശ്രയത്തിൽ. സ്വയാശ്രയത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. 1 ശമൂവേൽ 15 22 23 വാക്യം നോക്കിയാൽ മത്സരം ആവിചാരദോഷം പോലെയാണ്. ഇപ്പൊ മത്സരം എന്ന ആവിചാരം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. വ്യഭിചാരമുണ്ട്, ആവിചാരമുണ്ട്. മോഹത്തോടെ ആരെങ്കിലും നോക്കിയാൽ വ്യഭിചാരം ചെയ്തെന്ന കർത്താവിനെ കണക്ക്. വ്യഭിചാരം ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ തിരിപ്പെടുക. അപ്പൊ നമ്മളിങ്ങനെ സുന്ദരന്മാരെയും സുന്ദരിമാരെയും നോക്കി വ്യഭിചാരം തുടർന്നുകൊണ്ടിരിക്കുക. അത് പോരാഞ്ഞിട്ട് ബ്ലൂ ഫിലിമിൽ കൂടെ കാണും, ഇന്റർനെറ്റിൽ കൂടെ കാണും, പല പുസ്തകങ്ങളിൽ കൂടെ കാണും. ഇതിനെല്ലാം നല്ല സൗകര്യമായിപ്പോ. അപ്പൊ വ്യഭിചാരത്തിന്റെ പുകിലായിപ്പോ. വ്യഭിചാരവും ആഭിചാരവും നമ്മുടെ എല്ലാവരുടെയും രക്തത്തിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിനോട് യാത്ര, അതിനെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ദുഃഖ ശനിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ സന്തോഷം സമാധാനം നമുക്ക് ഈസ്റ്ററിന്റെ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ കർത്താവിനെ ദുഃഖിപ്പിച്ച ദുഃഖ ശനിയാഴ്ച നമുക്ക് അനുഭവിക്കണം, കരയണം, നിലവിളിക്കണം. അപ്പം മത്സരം ആവിചാര ദോഷം പോലെയാണ്. മത്സരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട് മത്സരം. എല്ലാവർക്കും അവരുടേതായ രാജ്യം സ്ഥാപിക്കണമെന്ന്. എല്ലാവരും അവരുടെ രാജ്യത്തിലെ രാജാവും രാജ്ഞിയുമാണ്. എല്ലാവരും എല്ലാവരുടെയും കീഴിൽ, എല്ലാവരുടെയും വിചാരം എല്ലാവരുടെയും എൻ്റെ കീഴിലായിരിക്കണമെന്നാണ്. ആരെങ്കിലും ആ കീഴിൽ അല്ലാതെ പോയാൽ അവരുടെ അസൂയം തോന്നാം, അവരെ കീഴ്പ്പെടുത്താനുള്ള വേലയും ഇണക്കും. അങ്ങനെ എല്ലായിടത്തും വടംവലി നടന്നുകൊണ്ടിരിക്കുക. ആരാരുടെ കീഴിൽ നിൽക്കണം, ആരെയാണ് അനുസരിക്കേണ്ടത് എന്നുള്ള ചിന്തയില്ല. അപ്പോൾ നമുക്ക് ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. നമ്മൾ എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന് കീഴണമെന്ന് വിചാരിക്കാതെ എല്ലാവരെയും നമ്മുടെ കീഴിലാക്കാനുള്ള ശ്രമത്തിന്റെ പേരാണ് മത്സരം. മത്സരത്തിന്റെ ആഭിചാര ദോഷവും പിന്നെ എന്നതാ ഏതാ അപ്പൊ എത്ര കാര്യമായി? മത്സരത്തിന്റെ പ്രശ്നമായി. അത് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധി നോക്കണ്ടോ? ഞാൻ പിടിച്ച മുയലിനെ പിടിച്ചു, അതിന് കൊമ്പുണ്ട്. എന്റെ മുയലിന് 3 കൊമ്പുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ചോളാം. പിടിവാശി. അപ്പൊ ആ പിടിവാശിയുടെ പുറയിൽ ആരുണ്ട്? പിശാചുണ്ട്. അതെന്തിനാ? കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പൊ പിടിവാശിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നു. ആ പിടിവാശിയുടെ പേരെന്താ? നിർബന്ധ ബുദ്ധി, പിന്നെ വിദ്യാപൂജ, വിഗ്രഹാരാധന, ഇതെല്ലാം നമുക്കുണ്ടെന്നാ പറയും. അപ്പൊ അത് കൊല്ലാതെ ചാകാതെ ജീവനോടെ വെച്ചിരിക്കുന്ന അമാലേക്കാണെന്ന് പറയും. ഇനിയും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 തൊട്ട് ജഡത്തിന്റെ പ്രവർത്തികൾ ലിസ്റ്റിൽ നിലന്ന് വാടിയതേ ഉള്ളൂ. 15 തൊട്ട് ശരിക്കൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഈ അമാലേക്ക് ജീവിക്കുന്നുണ്ട്. ദ്വന്ദ്വപക്ഷം അസൂയ. ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞാൽ ഡബിൾ റോള് ചവിട്ടാൻ നല്ല മിടുക്കരാണ്. ഡബിൾ റോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഭക്തന്റെ വേഷവും കളിക്കും, അഭക്തന്റെ ജയിലും ചെയ്യും. പുറമേ നോക്കിയാൽ ഭക്തൻ, അകമേ നോക്കിയാൽ അഭക്തി. അപ്പൊ നമ്മൾ ഡബിൾ റോൾ എന്ന് പറയും. ചില നാടകങ്ങളിൽ അങ്ങനെ മിടുക്കരായിരിക്കുന്ന ഒരേ സമയത്ത് ഒരു രംഗത്ത് ഒരു റോള്, വേറൊരു രംഗത്ത് വേറൊരു റോള്. കണ്ടാൽ തിരിച്ചറിയാൻ ഒക്കെയില്ല. ഒരേ വ്യക്തി തന്നെ വേഷം മാറും, ശബ്ദവും മാറും, ആളൊന്നു തന്നെയാണ്.
ഡബിൾ റോൾ കളിക്കാൻ അമാലേക്കിന് നല്ല പരിചയമാണ്. നമ്മൾ എവിടെയില്ല ഡബിൾ റോൾ അല്ലെങ്കിൽ ദ്വന്ന ഭക്ഷണം നടത്തിയിട്ടുണ്ട്. പിശാചിന്റെ പക്ഷത്തും കൂടും, ദൈവത്തിന്റെ പക്ഷത്തും കൂടും. അത് അമാലേക്കിന്റെ സ്വഭാവം. ദ്വന്ന ഭക്ഷണം, അസൂയ. മറ്റുള്ളവർ എഴുതുന്നതിൽ അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിൽ നമുക്ക് എന്തെല്ലാം കണ്ണിക്കടിയും വിഷമമുണ്ട്. ആത്മീയ മണ്ഡലത്തിലാണ് ഈ അസൂയ ഏറ്റവും അധികം ഉള്ളത്. അപ്പൊ അത് അമാലേക്കിന്റെ സ്വഭാവമാണ്. അതിനെ നമ്മളിങ്ങനെ വേറെ പല രൂപത്തിൽ, വേറെ പല വേഷത്തിലൊക്കെ നമ്മുടെ അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ആഗാഗ് രാജാവിനെ ശൗൽ രാജാവ് കൊട്ടാരത്തിൽ കൊണ്ട് താമസിച്ചു. നല്ല തടിച്ചു പൊഴിച്ച ആടുകളെ അങ്ങോട്ട് മാറ്റി താമസിച്ചു. ഇതൊക്കെ എന്തിനാ? ബലി കഴിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമാണെന്ന വിചാരം. ദൈവം പറഞ്ഞാണോ അത്? അല്ല. അപ്പൊ ദ്വന്ദ്വപക്ഷം, അസൂയ, പിണക്കം, ക്രോധം, ശാഠ്യം, പകഭിന്നത, ജാരശങ്ക, പിന്നെ എന്നാ ദുഷ്കാമത്തിന് ദോഷം, മദ്യപാനം, വെറുക്കൂത്ത്, അത്യാഗ്രഹ, വിഗ്രഹസേവ, ദ്വന്ദ്വോട് എത്തിക്കുന്ന ആവിചാരം മറ്റേ ഈ 15 കൂട്ടം കാര്യവും ഏതെങ്കിലും രൂപത്തിലൊക്കെ നമ്മുടെ അകത്ത് ചുറ്റിപ്പറ്റിയുണ്ട്. ഇത് അമാലേക്കിനാണ്. ഈ അമാലേക്കിനെ സമൂലം നിഗ്രഹിക്കാതെ ദൈവത്തിന്റെ ദുഃഖം മാറില്ല. ദൈവത്തിന്റെ ദുഃഖം മാറാതെ നമുക്ക് നമ്മുടെ ദുഃഖമോട്ട് മാറുകയില്ല. ഈ കാര്യം ആഴമായി നമ്മളെ ബോധ്യമാക്കാൻ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം. ഇന്നത്തെ കുർബാന അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ മരിച്ചുപോയ സ്വയത്തിൽ ആശ്രയിച്ച് ആഭിചാരത്തിന്റെ മത്സരത്തിന്റെ ഈ അത്യാഗ്രഹത്തിന്റെ അശ്രദ്ധയുടെ ഈ അമാലേക്കിന്റെ 15 കൂട്ടം സ്വഭാവങ്ങളെ ഒന്നിനെ പോലും വെച്ചേക്കില്ല. ശൗലിനോട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം വിളിക്ക് മനസ്സിലായില്ലെങ്കിലും ശൗമയെ ചെയ്ത പണി തന്നെ ആകാവിനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും. തുണ്ടുമായിട്ട് അങ്ങനെ അരിഞ്ഞ് അങ്ങോട്ട് മുറിച്ചു. അപ്പോഴാ ദൈവകോപം മാറിയെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആഗാഗ് രാജാവിനെ നമ്മൾ പിശാചായിട്ട് മാമൂസായിക്കൊന്ന് ഇറക്കി വിട്ടതാണ്. അയാൾ വേറെ വഴി കൂടി തിരികെ വന്നപ്പോൾ 8 പേരായിട്ട് അകത്തിരിപ്പുണ്ട്. അതിനെ തുണ്ടുമായിട്ട് മുറിക്കണം. ആ മൃഗങ്ങളെയും ആകാവിനെയും എല്ലാം സമൂലം നിഗ്രഹിച്ച് മാറ്റി. എന്നിട്ട് അവരങ്ങ് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ അവർ തമ്മിൽ ആയുസിൽ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അനേക വിശുദ്ധന്മാരും ശുദ്ധിമതികളും പ്രവാചകരും ഉണ്ട്. അവരെ നമുക്ക് നിഷേധിച്ചു വരുത്തണം. 1 ശമൂവേൽ 15:35 വാക്യത്തിൽ എന്നാ പറയുന്നത്? ദൈവത്തിന്റെ നിയോഗപ്രകാരം ആഗാഗ് രാജാവിനെ കൊന്നെങ്കിലും ആടുമാടുകളെ കൊല്ലുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. സാമ്പിള് കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ 35 വാക്യത്തിൽ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ തമ്മിൽ പിന്നെ ആയുസ് തമ്മിൽ കണ്ടിട്ടില്ലെന്ന്. ആരെങ്കിലും വായിക്കാവത്? ശമൂവേൽ ജീവപര്യന്തം കണ്ടിട്ടില്ല. ആ ദുഃഖം അവനെ തുടരുക. ഒത്തിരി വർഷങ്ങൾ ആയുസ് മുഴുവൻ ദുഃഖമായിരുന്നു. നല്ലൊരു പയ്യനെ രാജാവാക്കിയതാണ്. സംഭവിച്ചല്ലോ. ഒത്തിരി യുദ്ധമൊക്കെ ചെയ്തതാണ്. പ്രധാനപ്പെട്ട ദൈവം ഉദ്ദേശിച്ച ഒരു പ്രധാന കാര്യം ഏൽപ്പിച്ചപ്പോൾ അവനത് മനസ്സിലായില്ല, അതനുസരിച്ചില്ല. അയ്യോ അങ്ങനെ വന്നല്ലോ. അങ്ങനെ എത്രയോ അച്ഛന്മാരും തിരുമേനിമാരും പ്രവാചകന്മാരും നമ്മുടെ അഭ്യുതകാംക്ഷികൾ കരയുന്നുണ്ടെന്നറിയാം. ആ കരച്ചിൽ തീർത്താലേ നമുക്ക് ആശ്ചര്യം. അതിനാകട്ടെ ഇന്നത്തെ കുർബാന. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന പറയാം. ഇന്നത്തെ ഉന്നതപ്പെട്ട തിരുനാളത്തിന് പാടുന്നു. 3-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ ഭാഗം വായിക്കുന്നു. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടതൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തിയും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 62 മുതൽ 66 വരെ. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്കും ഈ ഒരു വേദഭാവം, അതിനോടൊപ്പം ഗിരിപ്രഭാഷണത്തിലെ ഒരു വചനവും കൂടെ വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രധാന ആചാര്യന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി അവനോട് പറഞ്ഞു, പ്രഭു, ആ വഞ്ചകൻ ജീവിച്ചിരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞതായി ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് ജനത്തെ പറഞ്ഞ് ധരിപ്പിക്കും. അങ്ങനെ ഒടുവിലത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ദോഷമായി തീരും. അത് സംഭവിക്കാതെ ഇരിക്കുവാൻ 3-ാം ദിവസം വരെ കല്ലറ ഭദ്രമായി സൂക്ഷിക്കുവാൻ കൽപ്പിച്ചാലും പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആൾക്കാരുണ്ടല്ലോ, പോയി നിങ്ങൾക്ക് സാധിക്കുവോളം സൂക്ഷിക്കുക. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ച് സൂക്ഷിക്കുവാൻ കൂട്ടത്തെ നിർത്തുകയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വലിയൊരു ഭാഗ്യം എന്താണെന്നുള്ള ഗിരിപ്രഭാഷണത്തിൽ പറയാൻ കാരണം, കർത്താവിനെ കള്ളനെന്നും വഞ്ചകനെന്നും വ്യഭിചാര സന്തതിയെന്നും നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് പരിശുദ്ധാത്മാവിൽ വളർന്നത്. നമ്മളും പരിശുദ്ധാത്മാവിൽ വളർന്നാലും നമ്മളെ കള്ളരാണെന്നും വഞ്ചകരാണെന്നും കൊള്ളരുതാത്തവരാണെന്നും ലോകം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ 33 കൊല്ലത്തെ ജീവിതം ഒരു വഞ്ചന, ഉയർത്തെഴുന്നേൽപ്പിൽ ഒടുക്കത്തെ വഞ്ചന, ഞാൻ 2 വഞ്ചനകളായിട്ട് കർത്താവിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുവാൻ അന്നത്തെ ലോകത്തിന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുകയും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിക്കും. അവർ പ്രവചനം നല്ലവരും ജ്വലിച്ച് ദൈവേഷ്ടം മാത്രം ചെയ്താൽ ഇനി നമ്മളെ കള്ളനെന്നും വഞ്ചകനെന്നും ഒക്കെ വിളിച്ച് നമ്മളെ പരിഹസിക്കാൻ എല്ലാ തലമുറയിലും ആളുകൾ കാണും. എല്ലാ പ്രവാചകന്മാർക്കും ഇത് ലഭിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം മാത്രം പറഞ്ഞ യിരെമ്യാവിനെ കൊഴിഞ്ഞ കണക്കിലിട്ട കാര്യം നമ്മളൊന്ന് കേട്ടു. അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് പുത്തിരിയല്ല. യേശു നമ്മളുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആത്മാവാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തൊരു ധാരാളം പേര് കാണും. അവർ തിരിച്ചിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സന്തോഷിക്കുകയോ ഉല്ലസിക്കുകയോ ആണോ, അതോ നിരാശപ്പെടുകയായിരുന്നോ, തിരിച്ചങ്ങോട്ട് വല്ലതും പറയുകയായിരുന്നു ചെയ്തത്, അതിനിപ്പോൾ ക്ഷമ ചോദിക്കാൻ പോവുക. അപ്പോൾ കർത്താവ് നമ്മൾ ജനിച്ചാൽ ഇതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കും. പൗലോസിന് ഇത് ലഭിച്ചു, അവിശുദ്ധന്മാർക്ക് ശുദ്ധിമതികൾക്കും എല്ലാം അത് ലഭിച്ചു. അവർ ഈ മത്തായി 5:11 ധ്യാനിച്ച് ഈ വചനം നിവൃത്തിയായല്ലോ എന്ന് പറഞ്ഞ് ലോട്ടറി അടിക്കുമ്പോഴത്തെ സന്തോഷം ഭയങ്കര ഭാഗ്യമാണല്ലോ. ആ ലോട്ടറി അടിപ്പിച്ചവരെ അനുഗ്രഹിക്കണേന്ന് പറയും. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളെ തെറ്റിദ്ധരിച്ചവരെ അനുഗ്രഹിച്ചുകൊണ്ട് തുള്ളിച്ചാടി ആനന്ദിക്കുവാൻ ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. അപ്പോൾ കിട്ടിയ അപവാദത്തിന് നന്ദി, കിട്ടുന്നതിന് നന്ദി, കിട്ടാൻ പോകുന്നവർ ഒരു ഹല്ലേലൂയയോട് പറയാവോ? ഒന്നുകൂടെ പറയാവോ? അങ്ങനെയാണെങ്കിൽ ഈ ആരാധനയിൽ നമ്മൾ ഇത് മനസ്സിലാക്കാതെ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയെങ്കിൽ ആ പാതാളത്തിൽ പോയ പ്രാണൻ ഇപ്പോൾ ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് കുർബാനയെ സംബന്ധിക്കാൻ വരട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രാണൻ 100% യേശുവിലായി നമുക്ക് കർത്താവിന് മണവാട്ടി സഭയുടെ ഭാഗമാകാനിടയാകട്ടെ. ഇവയെല്ലാം സഹിച്ച കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കേട്ടതായ സന്ദേശങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്നലെ ഇന്നുമായി കേട്ട കർത്താവ് നോക്കുന്ന സന്ദേശത്തിൻ്റെ നമ്മുടെ പ്രതികരണം എന്താണ്? ശൗലുണ്ടോ പ്രവാചകഗണത്തിലെന്ന് പഴഞ്ചലുണ്ടാകാത്ത തരത്തിൽ രാജാവായതോടെ പ്രവാചകനായി ദൈവവേല ചെയ്ത് പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് വിജയം വരിച്ച ഒരു നല്ല രാജാവായിരുന്നു ശൗൽ രാജാവ്. പക്ഷേ ആ നല്ല ശൗൽ രാജാവ് കുറേ കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത ഒരു പ്രത്യേക നിയോഗം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തെയും ശമൂവേൽ പ്രവാചകനെയും ദുഃഖിപ്പിക്കുന്നയാളായി മാറി. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ അത് സമ്മതിക്കാതെ അതിനെ സ്വയം നീതീകരിച്ചുകൊണ്ട് ജനങ്ങളെ പഴിയായിരിക്കൊണ്ട് ജനങ്ങൾ കാരണം ഞാൻ ഇന്നതൊക്കെ ചെയ്തു പോയതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധാരണയിൽ പോയതുകൊണ്ട് എന്തു സംഭവിച്ചു? ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് പ്രവാചകനായി രാജാവായി ഉയർത്തപ്പെട്ട ശൗൽ തള്ളപ്പെട്ടു. അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
ആത്മഹത്യ ചെയ്തിട്ട് ചാകാഞ്ഞിട്ട് താൻ ജീവനോടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അമാലേക്കൻ തന്നെ വന്ന് കൊല്ലേണ്ടി വന്നു. അമാലേക്കരെ സമൂലം നിഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും വരികയില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ കാത്തിരിപ്പുണ്ട്. അതിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ് 50 നോയമ്പെടുത്ത് സത്യോപസാരം നടത്തി പാപങ്ങളേറ്റു പറഞ്ഞ് ഞാൻ ഭാവിയാണ്, കരുണയുണ്ടാണ്, എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെല്ലാം പ്രവാചകരായി, അഭിഷിക്തരായി, രാജകീയ പുരോഹിതവർഗമായി നമ്മൾ പല കാര്യങ്ങൾ സഭയിൽ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ പലരോടും നമ്മൾ പല ഉപകാരങ്ങളും ചെയ്തവരാണെങ്കിലും ഈ അമാലേക്കിനെ നശിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. ആ ദുഃഖം നല്ലതല്ല. ആ ദുഃഖം എത്രയും നേരം ദിവസങ്ങളെ നമുക്ക് ആനന്ദിക്കാനൊക്കെ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ രത്നം ചുരുക്കം. സത്യപ്രവാചകനായിരുന്ന കർത്താവിനെ കള്ളനെന്നും വഞ്ചകനെന്നുമാണ് കുരിശിച്ചവർ വിളിച്ചത്. നാൾതോറും കുരിശ് വഹിക്കേണ്ട നമുക്ക് ആ പേര് കിട്ടും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി, ആ പേര് കിട്ടിയിരിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. എൻ്റെ നാമത്തും ദുർവചനം വ്യാജമായിട്ട് പറഞ്ഞാൽ അത് ഭാഗ്യമാണെന്ന് കരുതിയ ഭാഗ്യത്തിന് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഹല്ലേലൂയ മുമ്പേ പറഞ്ഞു ഇല്ലേ? എന്നും എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞോണം. ആ ഹല്ലേലൂയ നിർത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഹല്ലേലൂയ നിർത്തിയതിന് ഒന്ന് ക്ഷമ ചോദിക്കണ്ടായി. കുടിശ്ശിക തീർത്തൊരു ഹല്ലേലൂയ പറയുന്നു. അപ്പോൾ കർത്താവേ, ഞങ്ങളിത് വാഗൊണ്ടുള്ള പറച്ചിൽ നിർത്തിയാലും ഹൃദയം കൊണ്ടുള്ള പറച്ചിൽ നിർത്തുകയില്ലാന്ന് ശ്വാസം വലിക്കുന്ന പോലെ. അപ്പം നമ്മുടെ ശ്വാസകോശത്തിനെ ഈ ഹല്ലേലൂയ അംഗീകരിച്ചേക്കാം. ശ്വാസകോശമേ, നീ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നത് ഹല്ലേലൂയ ആകട്ടെ. അങ്ങനെയാണെങ്കിൽ പരാതി വരുമോ? ശ്വാസം വലിയും ചങ്കിടിപ്പും ഹല്ലേലൂയയായിട്ട് പര്യായമാകുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് ഓർപ്പിച്ച് ഞാൻ കർത്താവിന് ദുഃഖം തീർക്കുവാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ നാമം നോക്കുക സകലരും നമ്മളെ പകയ്ക്കുന്ന കർത്താവാണ്. ആത്മാവിനനുസരിച്ച് പോകാമെങ്കിൽ സകലരും നമ്മളെ പകച്ചിരിക്കും. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ മറ്റു പലരുടെയും ഇഷ്ടം നമുക്ക് ചെയ്യാൻ ഒക്കുകയില്ല. അവരൊക്കെ പിണങ്ങും. ആ പിണക്കം എങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യും. അന്നേരം ഹല്ലേലൂയ പറഞ്ഞോണം. കാര്യം എന്നാ? യേശുവിൻ്റെ നാമം നിർത്തുക. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് കർത്താവ് പറഞ്ഞതേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് എന്നെ പക കിട്ടി കർത്താവേ. അതുകൊണ്ട് ഞാനും അവരുമായിട്ടുള്ള ബന്ധം നീ തന്നെ അകത്തിയതിന് നന്ദി. എനിക്ക് നിന്നിൽ കൂടെയുള്ള ബന്ധം മതി. നിന്നെ ഓർത്ത് ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചാൽ മതി. അവിടെയും 1-ാം സ്ഥാനം നിനക്ക് തന്നെ ആയിരിക്കും. ഈ കാര്യമാണ് ഈ കഴിഞ്ഞ തിങ്കൾ തൊട്ട് ഇന്ന് വരെയും ഈ കൈ കൊടുക്കാഞ്ഞതിൻ്റെ സന്ദേശം ഇതാ. സമാധാനം തരാഞ്ഞതിൻ്റെയും കൈ കൊടുക്കാഞ്ഞതിൻ്റെയും എല്ലാം കാര്യം ഇതാ. ഇങ്ങനെ ദൈവത്തെ കൂടാതെ പലർക്കും കൈ കൊടുത്തിട്ടുണ്ട്, പലരെയും നോക്കിയിട്ടുണ്ട്, പലരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ദൈവം തന്ന ബന്ധവും നമ്മൾ കയറിയെടുത്ത ബന്ധവും പിശാച് തന്ന ബന്ധവും ഏതാണെന്ന് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ പലരെയും കൊണ്ട് നടന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ യാഗപീഠത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി വെളുപ്പിനെ 5 മണിക്ക് ഉയർപ്പിൻ്റെ പെരുന്നാളിന് വരുമ്പോൾ തമ്മിൽ സമാധാനത്തിൻ്റെ കൈ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കൈ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആരോടെ കാണും? സമാധാനമായ യേശു കാണും. സമാധാനമായ യേശുവിനെ വസ്ത്രം ധരിക്കുന്ന പോലെ നമുക്ക് ധരിക്കാൻ സാധിക്കുമെന്നാണ് റോമർ 13:14 പറയുന്നത്. വസ്ത്രം ധരിക്കുന്ന പോലെ കർത്താവിനെ ധരിച്ചാൽ ഇൻസുലേഷൻ കിട്ടും. പിന്നെ ആർക്കും നമ്മളെ തൊടാനൊക്കെയില്ല. ആരൊക്കെ തൊട്ടാലും മുട്ടിയാലും ഇൻസുലേറ്റഡാണ്. യേശുവിൻ്റെ അകത്തായിരിക്കും. ആ അവസ്ഥയിൽ ഉയർപ്പിൻ്റെ ശക്തിയിൽ പോകാനിടയാകട്ടെ. അപ്പോൾ ഇന്നത്തെ ഇതിനോട് ചേർക്കേണ്ട ഒരു ഇണവാക്യം കൂടി ഉണ്ട്. കള്ളപ്രവാചകന്മാർക്ക് എല്ലാവരുടെയും പുകഴ്ച കിട്ടുമെന്നൊരു വചനമുണ്ട്. എൻ്റെ നാമം തന്ന് നിങ്ങളെ പകച്ചെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കള്ളപ്രവാചകന്മാർക്ക് എല്ലാവരുടെയും പ്രശംസ കിട്ടും. കാര്യം എന്നാ? എല്ലാവർക്കും ഇഷ്ടമുള്ളതേ അവർ പറയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അവർ പെരുമാറുള്ളൂ. സൂത്രത്തിൽ അവർ എല്ലാവരുടെയും ഹൃദയങ്ങളെ കവരും. നല്ല ആളാണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ദൈവാത്മാവിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്? അല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ സത്യപ്രവാചകരായി തുടങ്ങി കള്ളപ്രവാചകരായി അധപ്പതിക്കാനും സാധ്യതയുണ്ട്. എന്നാ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. ശൗൽ കൊണ്ടോ പ്രവാചകണത്തിൽ നിന്ന് എല്ലാവർക്കും അതിശയം തോന്നുന്ന തരത്തിൽ പ്രവചിച്ച ആളാണ്. ഒത്തിരി വിജയകരമായ യുദ്ധം ചെയ്തയാളുമാണ്. പക്ഷെ അമാലേഖനുള്ള യുദ്ധം വന്നപ്പോൾ തോറ്റ തൊട്ട് അറിഞ്ഞുമില്ല, പറഞ്ഞപ്പെട്ടത് സമ്മതിച്ചുമില്ല. അവസാനം കമ്പൽസറി റിട്ടയർമെന്റ് വാങ്ങിച്ച് പോകേണ്ടി വന്നു. അത് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഇനിയൊരു അപകടം വരാൻ സാധ്യതയുണ്ട്. ഏതാണ്? എല്ലാവരുടെയും പ്രശംസ വേണം. അതിന് പറ്റിയ തരത്തിൽ പെരുമാറുക, വർത്തമാനം പറയുക, വരിക, പോവുക, ഇടപെടുക. ഇതാണ് എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദൈവികമല്ലാത്ത കാര്യത്തിന് കൂട്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ദൈവത്തെ വിട്ടെന്നും ദൈവവചനം തള്ളിക്കളഞ്ഞെന്നുള്ള കേസ് നമ്മുടെ മേലെ വരും. നിങ്ങളെയും തള്ളിയിരിക്കുന്നെന്ന് പറയുകയും ചെയ്യും. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ കർത്താവ് നീ എന്നെ തള്ളരുത്, ഞാൻ നിന്നെ തള്ളുകയില്ല.
ഞാൻ നിന്നെ കൊണ്ടോളാം, രാമൻ പോലെ വചനം ധ്യാനിച്ചോളാം എന്ന് പറഞ്ഞ് പോകാമെങ്കിൽ ഉയർപ്പിൻ്റെ സമാധാനം നമുക്ക് അനേകർക്ക് കൊടുക്കാൻ സാധിക്കും. ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സമാധാനം പോവുകയില്ല. നദി പോലെയുള്ള സമാധാനമായിരിക്കും. അത് തിര പോലെ നീതിയുടെ അനുഭവം വന്നുകൊണ്ടിരിക്കും. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ സന്ദേശം ഇവിടെ സമാഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ വർഷത്തെ 50 നോയമ്പിൻ്റെ സമാപനത്തിൽ ഇതാ ഞങ്ങളെ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്ക് സന്ദേശങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഞങ്ങളെ 50 നോയമ്പിൽ പല ബലഹീനതകളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഞങ്ങൾ ക്ഷമിക്കണം. കുറവില്ലാത്ത അവിടുത്തെ 40 ദിവസത്തെ നോയമ്പിൽ ഞങ്ങളുടെ വ്രതത്തെ അവിടുന്ന് മറച്ച്, അവിടുത്തെ മുറിവിനകത്ത് ഞങ്ങളുടെ മുറിവുകൾ മറച്ചു വെച്ച്, അങ്ങനെ ഞങ്ങളുടെ മുറിവുകൾ കർത്താവിന് മുളയും കമ്പുകളും വളർന്ന് ഞങ്ങൾ വിശുദ്ധരും ശുദ്ധിമതികളുമായി വളർന്ന് ജന്മസാഫല്യമടയാൻ സമാധാനമായ യേശുവിനെ വഹിച്ചുകൊണ്ട്, സമാധാനമായ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, അവർ ഞങ്ങളെ കണ്ണിലിട്ടാലും തല്ലിക്കൊന്നാലും ചീത്ത വിളിച്ചാലും അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, ശപിക്കുമ്പോൾ ശപിക്കാതെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളാണെന്ന് തെളിയിച്ച് ജന്മസാഫല്യമടയാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്കാനായിട്ട് തന്നെ.